ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ തേങ്ങ ഉലത്താണ്. അതിനാദ്യം വേണ്ടത് 2 സവാള, ഇടത്തരം സവാള നന്നായി കൊത്തിയരിഞ്ഞത്, അതിൻ്റെ ഒപ്പം ഒരു തള്ളവിരൽ വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, അത് നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് വേപ്പില, ഇതൊക്കെയാണ് ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം ചിലർ കടുക് വറുക്കും. അങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. അതിൻ്റെ ഒപ്പം ആദ്യം തന്നെ കടുക് വറുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ ചേർക്കാം. പിന്നെ കുറച്ച് വേപ്പില കീറിയിട്ടതിന് ശേഷം നമ്മൾ വഴറ്റി തുടങ്ങുക. നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ അതിൽ നമുക്ക് മസാലകൾ ചേർക്കാം. മസാലപ്പൊടികൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി 2 തരം ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാശ്മീരി ഉള്ള കാരണം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിലും മതി, കളർ കിട്ടും കാശ്മീരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കുക. പിന്നെ ഒരു തക്കാളി, ഇതിൽ 1 തക്കാളി മതി. തേങ്ങ ചേർക്കുന്ന കാരണം അധികം തക്കാളിയുടെ എണ്ണം കൂട്ടണ്ട. 1 തക്കാളി വളരെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കുഴമ്പ് രൂപത്തിലാവാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ, ഒന്ന് വെന്ത് കിട്ടാനും. അതിൻ്റെ ഗ്രേവി ടൈപ്പാണ് നമ്മൾ വെക്കാൻ പോകുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു കപ്പോളം വെള്ളം ചേർക്കാം. കുറച്ച് ഒരു 6 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. അതിനുശേഷം തുറക്കുമ്പോൾ നല്ല കുറുകിയ പോലെ ഇരിക്കും. ഗ്രേവിയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തക്കാളിയൊക്കെ വെന്ത് നല്ല കട്ടിയായിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഇരിക്കുക. അപ്പോൾ ഒന്നും കൂടെ ഇളക്കുക. നമ്മൾ അതിൻ്റെ കൂടെ ഇനി ഒരു 3-4 അല്ലി കൊടംപുളി ചേർക്കണം. കൊടംപുളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ഈ കറി ഇത് പാചകം ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. അപ്പോൾ വല്ലാതെ ഇളക്കി കഴിഞ്ഞാൽ കറുത്ത കളർ ഇളകും. അപ്പോൾ അതിന് ഇടവരുത്തരുത്. കുറച്ചൊരു മിനിറ്റ് നേരം സാവധാനം ഇളക്കാം. ഒന്ന് ഇങ്ങനെ അമർത്തി വയ്ക്കുക. അതിനുശേഷം ഒരു കപ്പോളം തേങ്ങ ചേർക്കാം. നമുക്ക് ഒരു അരമുറി തേങ്ങ വേണ്ട, അതിൻ്റെ തൊട്ട് താഴെ തേങ്ങ ചേർക്കാം. ഉപ്പ് നേരത്തെ വഴറ്റുമ്പോൾ വേണമെങ്കിൽ ഇടാം, ഉള്ളി വഴറ്റുന്ന നേരത്തെ ഇടാം, ഇപ്പം ചേർക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ വഴന്ന് കിട്ടും. തേങ്ങ ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഉലത്ത് എന്ന് പറഞ്ഞാലും ഒരു ചാറോടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ, ചേർക്കാൻ പറ്റുന്ന വിധത്തിൽ. ഇനി കുറച്ച് നേരം ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറുതീയിലിടുക. പിന്നെ തുറക്കുക. തുറന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക. നമ്മൾ ഇത് ഇരിക്കും തോറും കട്ടി കൂടുന്നത് കാരണം അടി പിടിക്കാതെ നോക്കാൻ ഒന്ന് ഇളക്കണം. അതിനുശേഷം കൊഴുവ, ഇത് ഏകദേശം 1/2 കിലോ താഴെ ഉണ്ട്. കൊഴുവ എന്ന് ഇവിടെ പറയും. ചൂട, നത്തോലി എന്നൊക്കെ പല ദേശങ്ങളിലും പല പ്രയോഗങ്ങളാണ് ഇതിനെ വിളിക്കുന്നത്, ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സോഫ്റ്റായിട്ട് ഇളക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടയും. ഇത് നമ്മൾ 2 പീസാക്കിയിട്ട് ഇടുന്നത്. ഒരു ചെറിയ കൊഴുവയാണ് എങ്കിലും 2 പീസാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ ഉടയില്ല, അതിൻ്റെ മുള്ള് വേർപ്പെടില്ല. അതാണ് കഷ്ണാക്കി ഇടുമ്പോഴത്തെ ഗുണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് എല്ലാം കൂടെ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഇത് ഈ കൊഴുവൊക്കെ വേവാനായിട്ട് വളരെ കുറച്ച് സമയം മതി കേട്ടോ. ശരിക്കും ഒരു 5-6 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കൊഴുവ വെന്ത് കിട്ടും. എന്നിട്ട് ചെറുതീയിൽ തന്നെ ഇത് നമ്മൾ ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒന്ന് സൂക്ഷിച്ച് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക, ഒന്ന് മൂടി വയ്ക്കുക, ഇളക്കുക. ഇതൊക്കെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കുറുകിയ ചാറുള്ളതാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു 5-10 മിനിറ്റ് നേരം മൂടി വെച്ചാൽ നല്ല സൂപ്പർ കൊഴുവ ഉലത്ത് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.